ഈ വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധമായി താമരശ്ശേരി രൂപത രംഗത്ത് വന്നു. രൂപത ആസ്ഥാനത്ത് നിന്ന് താമരശ്ശേരി നഗരത്തിലേക്കാണ് പ്രതിഷേധ പ്രകടനം. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് രൂപതയുടെ ആവശ്യം. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. സമീർ, കേൾക്കാമോ? ഈ പ്രതിഷേധം, താമരശ്ശേരി രൂപതയിലെ പ്രതിഷേധത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. ഗുഡ് മോർണിംഗ് SKN. വലിയ പ്രതിഷേധമാണ് കർഷകർക്ക് നേരെ ഈ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ താമരശ്ശേരി രൂപതയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ തുടർച്ചയായ ദിവസങ്ങളിൽ 3 പേരുടെ ജീവനാണ് നഷ്ടമായത്. കർഷകർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാർഷിക വിളകളുടെ വിലത്തകർച്ചയ്ക്ക് പിന്നാലെ അവരുടെ ജീവനും ഒപ്പം തന്നെ സ്വത്തിനും ഒരു വിധത്തിലുമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന് കഴിയുന്നില്ല. അങ്ങനെ സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വലിയ രീതിയിൽ പരാജയപ്പെടുന്ന ഒരു ഘട്ടമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് രൂപത തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ കുർബാന കഴിഞ്ഞു. അതിനുശേഷമാണ് വിശ്വാസികൾ ഇത്തരത്തിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. കർഷകരുടെ തുടർച്ചയായി കൊല ചെയ്യപ്പെടുമ്പോഴും സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പ്രധാനമായും താമരശ്ശേരി രൂപതയുടെയൊക്കെ ഒരു കർഷകർക്ക് വേണ്ടിക്കൊണ്ട് എക്കാലത്തും നിലനിന്നിട്ടുള്ള ഒരു വിശ്വാസ സമൂഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർഷകർക്ക് നേരെയും ഒപ്പം തന്നെ അവിടെയുള്ള വയനാട് അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ കാട്ടാനയും അതുപോലെ കാട്ടുപോത്തും കടുവയും ഒക്കെ എത്തുകയും തുടർച്ചയായി ആളുകളെ കൊല്ലുന്നു, അതുപോലെ തന്നെ അവരുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സർക്കാർ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി രൂപത വലിയ രീതിയിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് രൂപതയുടെ ആസ്ഥാനമായിട്ടുള്ള കത്തീഡ്രലിൽ നിന്ന് ഈ കുർബാനയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് താമരശ്ശേരി രൂപത വ്യക്തമാക്കുന്നത്. രൂപതയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. കർഷകരുടെ സുരക്ഷ അത് ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് രൂപത അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരികയാണ്. സ്വാഭാവികമായും രൂപതയുടെയൊക്കെ ഇത്തരം നിലപാടുകൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും പ്രതിഷേധവുമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രൂപത മുന്നോട്ട് പോകുന്നത്. SKN. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.